Dear students, today we are going to start another module in the microeconomics. This module is all about the asymmetric information or market with asymmetric information. So far we have already discussed various theories with reference to consumer behavior and producer, and all that we have assumed that consumers and producers have complete information about the market situation and also the economic variable that are relevant for the choices that they make or face. And in connection with that decision and choices, all complete informations are available with the producers and consumers. Now, we will see what will happen when some parties know more than others. That is, when there is asymmetric information. Asymmetric information is very quite common, and frequently a seller of a product knows more about its quality than the buyer does. And also workers usually know their own skill and abilities better than employers, and business managers know more about their firm's cost, competitive conditions, and investment opportunities than do firms owners. So this kind of asymmetric information we can see most of the cases with the economic transaction that producers and consumers are facing in the real world. ഇപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോ എക്കണോമിക്സിലെ മറ്റൊരു മോഡ്യൂളാണ് മാർക്കറ്റ് വിത്ത് അസിമെട്രിക് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മോഡ്യൂള്. നമ്മൾ ഒരുപാട് കൺസ്യൂമർ ബിഹേവിയർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ബിഹേവിയർ തിയറീസ് നമ്മൾ ഒരുപാട് കവർ ചെയ്തു. അവിടെയൊക്കെ നമ്മൾ ഇതുവരെ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ കൺസ്യൂമേഴ്സും പ്രൊഡ്യൂസേഴ്സിനും അവരൊരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കൺസംഷൻ ഡിസിഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ചോയ്സ് നടത്തുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ ഇൻഫോർമേഷൻസും അവർക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ള ഒരു അസംഷന്റെ അടിസ്ഥാനത്തിലായിരുന്നു. പക്ഷേ ഇപ്പോ ഈ ഇക്കണോമിക് ട്രാൻസാക്ഷനിൽ അല്ലെങ്കിൽ ഈ ട്രാൻസാക്ഷനിൽ ഏർപ്പെട്ടിട്ടുള്ള ഈ എക്കണോമിക് ഏജന്റിന്റെ അടുത്ത് മുഴുവൻ ഇൻഫോർമേഷൻസ് ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അല്ലെങ്കിൽ ഈ ഇൻഫോർമേഷൻസ് ചില പാർട്ടീസിന്റെ അടുത്ത് കൂടുതലും മറ്റേ പാർട്ടീസിന്റെ അടുത്ത് കുറവാകുമ്പോൾ ആ ഒരു സാഹചര്യത്തിനാണ് നമ്മൾ അസിമെട്രിക് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാർട്ടിയുടെ അടുത്ത് കൂടുതൽ ഇൻഫോർമേഷൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല കൺസ്യൂമേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും അല്ലെങ്കിൽ എക്കണോമിക് ട്രാൻസാക്ഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള എക്കണോമിക് ഏജന്റിന്റെ അടുത്ത് മുഴുവനായിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. So there is information asymmetries between the economic agents. So ഇങ്ങനെയുള്ള അസിമെട്രിക് ഇൻഫോർമേഷൻസ് നമുക്ക് സർവ്വസാധാരണയായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എപ്പോഴും നമുക്കറിയാം, ഇപ്പോൾ ഒരു സാധനം വിൽക്കുന്ന ആൾക്ക് ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് വളരെ കൂടുതലായിട്ട് അറിയാം. ആ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി, ആ ഒരു പ്രോഡക്റ്റിന്റെ പ്രത്യേകതകള്, ഇതിനൊക്കെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇൻഫോർമേഷൻ ഉള്ളത് സെല്ലർക്കാണ്. പലപ്പോഴും ബയർക്ക് ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞോളണമെന്നില്ല. അപ്പൊ ഇത് ഒരു അസിമെട്രിക് ഇൻഫോർമേഷൻ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പൊ ഒരു സാധനം വിൽക്കുന്ന ആൾക്ക് ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അത് വാങ്ങുന്നവരെക്കാൾ കൂടുതലായിട്ട് ഇൻഫോർമേഷൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം, അതൊരു അസിമെട്രിക് ഇൻഫോർമേഷന്റെ ഒരു എക്സാമ്പിളാണ്. വേറൊരു എക്സാമ്പിളാണ് വർക്കേഴ്സും അതുപോലെ തന്നെ എംപ്ലോയറും ഉണ്ട്. ഇവിടെ രണ്ട് ഏജന്റ് ആണ്. എക്കണോമിക് ട്രാൻസാക്ഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റൊരു ഏജന്റാണ് വർക്കേഴ്സ് വേഴ്സസ് എംപ്ലോയർ എന്ന് പറയുമ്പോൾ. ഈ വർക്കറിന് അദ്ദേഹത്തിന്റെ സ്കില്ലിനെ കുറിച്ചിട്ട്, അദ്ദേഹത്തിന്റെ കഴിവുകളെ കുറിച്ചിട്ട് വളരെ കൂടുതലായിട്ട് അറിവുണ്ടായിരിക്കും. അതേസമയം എംപ്ലോയർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും വലിയ ധാരണ ഉണ്ടാകില്ല. അപ്പൊ ഇവിടെ ഇൻഫോർമേഷൻ അസിമെട്രി നിലനിൽക്കുന്നുണ്ട്. And also you will also see that the asymmetric informations also see in connection with business managers, ഫേംസ് എടുക്കുക. അപ്പൊ ഒരു ബിസിനസ് എടുക്കുകയാണെങ്കിൽ അവിടെ ബിസിനസ് മാനേജേഴ്സ് ഉണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ റിയൽ ഓണേഴ്സ് ഉണ്ട്.
അപ്പോൾ പലപ്പോഴും ബിസിനസ് മാനേജേഴ്സിനായിരിക്കും ഒരു ഫേംസിന്റെ കോസ്റ്റിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു കോമ്പറ്റേറ്റീവ് കണ്ടീഷൻസിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ അതിന്റെ വ്യത്യസ്ത ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ട് പലപ്പോഴും കൂടുതലായിട്ട് അറിവുണ്ടാകുക. അപ്പൊ ഇവിടെയും നമുക്ക് കാണാൻ പറ്റും ദർ ഇസ് എ ഇൻഫോർമേഷൻ അസിമെട്രി. അപ്പോൾ ഇവിടെ എക്കണോമിക് ട്രാൻസാക്ഷനിൽ ഏർപ്പെട്ടിട്ടുള്ള എക്കണോമിക് ഏജന്റിന്റെ അടുത്ത് കൃത്യമായിട്ട് കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു പാർട്ടിയുടെ അടുത്ത് കൂടുതൽ ഇൻഫോർമേഷനും മറ്റേ പാർട്ടിയുടെ അടുത്ത് കുറവ് ഇൻഫോർമേഷൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ദർ ഈസ് എ ഇൻഫോർമേഷൻ അസിമെട്രി. ദാറ്റ് ഈസ് വാട്ട് വി ടേം ആസ് അസിമെട്രിക് ഇൻഫോർമേഷൻ ഇൻ എക്കണോമിക്സ്. ഇത്തരത്തിലുള്ള യു വിൽ സീ ദാറ്റ് അസിമെട്രിക് ഇൻഫോർമേഷൻ ആൾസോ എക്സ്പ്ലെയിൻസ് മെനി ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ് ഇൻ സൊസൈറ്റി. നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ്സ് നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ട് അസിമെട്രിക് ഇൻഫോർമേഷൻസ് നിലനിൽക്കുന്നത് കൊണ്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ്സുകൾ എന്തുകൊണ്ടാണ് ചില പ്രത്യേക ക്രമീകരണങ്ങൾ നിലനിൽക്കുന്നത് എന്നതിന്റെ തെളിവ് അത് അസിമെട്രിക് ഇൻഫോർമേഷൻ നിലനിൽക്കുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ്സ് നമുക്ക് നിലനിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ലൈക്ക് ഓട്ടോമൊബൈൽ കമ്പനി അവരുടെ പ്രോഡക്റ്റിന്റെ മുകളില് വാറന്റീസ്, പാർട്ടിന്റെ മുകളിൽ ഒരു പ്രോഡക്റ്റിന് ഒരുപാട് പാർട്സുകൾ ഉണ്ടാവും, ആ പാർട്സിന്റെ മുകളിൽ വാറന്റി കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഒരു പുതിയ കാറിന്റെ മുകളിൽ സർവീസസ് ഓഫർ ചെയ്യുന്നത്, ഇതൊക്കെ ഇൻഫോർമേഷൻ അസിമെട്രി ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഫേം അതുപോലെ തന്നെ അവരുടെ എംപ്ലോയീസിനെ ഹയർ ചെയ്യുമ്പോൾ അവിടെ ഒരു ജോബ് കോൺട്രാക്ട് സൈൻ ചെയ്യുന്നുണ്ട്. അതിൽ വർക്കേഴ്സിന് അല്ലെങ്കിൽ എംപ്ലോയീസിന് വേണ്ടതായിട്ടുള്ള ഇൻസെന്റീവ്സ് റിവാർഡ്സുകളൊക്കെ സൈൻ ചെയ്യും. ഈ എംപ്ലോയർ എംപ്ലോയീസ് ജോബ് കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇൻസെന്റീവ്സും റിവാർഡും സൈൻ ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യവും നിലനിൽക്കുന്നത് ഈ ഇൻഫോർമേഷൻ അസിമെട്രി നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ എംപ്ലോയർക്കറിയില്ല എംപ്ലോയീസിന്റെ എഫിഷ്യൻസി, സ്കിൽ, എബിലിറ്റി. അപ്പൊ അതൊരിക്കലും അവരുടെ എംപ്ലോയ്മെന്റ് പ്രോസസ്സിൽ മനഃപൂർവ്വം എംപ്ലോയീസ് അത് കുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം ഇങ്ങനെ ഇൻസെന്റീവ്സ് റിവാർഡ്സുകളൊക്കെ മനഃപൂർവ്വം ഓഫർ ചെയ്യുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ്, അതും അസിമെട്രിക് ഇൻഫോർമേഷൻസ് കുറക്കുന്നതിനുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാം, അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ്സ്. പിന്നെ അതുപോലെ തന്നെ വൈ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി കോർപ്പറേഷൻ മസ്റ്റ് മോണിറ്റർ ദി ബിഹേവിയർ ഓഫ് ദി മാനേജേഴ്സ്. ഇപ്പം നമുക്കറിയാം ഒരു ബിസിനസ്സിൽ പലപ്പോഴും ഷെയർ ഹോൾഡേഴ്സ് മാനേജേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ്സ്, ബിഹേവിയർ, അവരുടെ ഒരു പെരുമാറ്റം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലപ്പോഴും മേൽനോട്ടം വഹിക്കും അല്ലെങ്കിൽ പലപ്പോഴും മോണിറ്റർ ചെയ്യും. ഈ ഒരു മോണിറ്ററിംഗ് സംവിധാനം നിലനിൽക്കുന്നതും അസിമെട്രിക് ഇൻഫോർമേഷൻസ് നിലനിൽക്കുന്നത് കൊണ്ടാണ്. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഷുവറായിട്ട് നമുക്ക് പറയാൻ പറ്റും ഒരു എക്കണോമിക് ട്രാൻസാക്ഷനിൽ അവിടെ തീർച്ചയായിട്ടും ഒരു അസിമെട്രിക് ഇൻഫോർമേഷൻസ് നിലനിൽക്കുന്നുണ്ട്. ഒരു എക്കണോമിക് ട്രാൻസാക്ഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ എക്കണോമിക് ഏജന്റിനും അവര് നടത്തുന്ന ചോയ്സ് അല്ലെങ്കിൽ ഡിസിഷനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് പലപ്പോഴും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. സോ that is what we will deal in detail about the asymmetric information in this module. The implications of this kind of asymmetric information was given by George A. Akerlof in his work on the market for lemons, quality, uncertainty and market mechanism. എന്നാൽ ഈ 1970s വർക്കിലാണ് ആദ്യമായിട്ട് ഈ അസിമെട്രിക് ഇൻഫോർമേഷൻസ് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ലെമൺസ് പ്രോബ്ലം എന്ന് പറയുന്നത്. അസിമെട്രിക് ഇൻഫോർമേഷൻസിന്റെ ഒരു ഇംപ്ലിക്കേഷനാണ് ഈ മാർക്കറ്റ് ഫോർ ലെമൺ എന്ന് പറയുന്നത്. ഈ മാർക്കറ്റ് ഫോർ ലെമണില് മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇപ്പം യൂസ്ഡ് കാർ, ഇവിടെ ലെമൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂസ്ഡ് കാർ അല്ലെങ്കിൽ യൂസ്ഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡിഫക്റ്റീവ് പ്രോഡക്റ്റ്, ഡാമേജ്ഡ് പ്രോഡക്റ്റ്, ഇതിനൊക്കെയാണ് നമ്മൾ ലെമൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ യൂസ്ഡ് കാർ മാർക്കറ്റിൽ നിലനിൽക്കുന്ന ഒരു അസിമെട്രിക് ഇൻഫോർമേഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ലെമൺ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പം ഈ
ഇത് ഈ അസിമെട്രിക് ഇൻഫർമേഷന്റെ ഒരു ഇംപ്ലിക്കേഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫസ്റ്റ് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അസിമെട്രിക് ഇൻഫർമേഷൻസ് നിലനിൽക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ചില മാർക്കറ്റ് ഫെയിലിയർ ഇഷ്യൂസ് നമ്മൾ വേറെയും കുറെ മാർക്കറ്റുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഇൻഷുറൻസ് മാർക്കറ്റിൽ, ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ, അതുപോലെ തന്നെ ജോബ് മാർക്കറ്റിൽ, ഇവിടൊക്കെ ഒരു പാർട്ടിയുടെ അടുത്ത് ഈ മാർക്കറ്റുകളിലെല്ലാം ഉൾപ്പെട്ടിട്ടുള്ള എക്കണോമിക് ഏജന്റിന്റെ ഇടയിലുള്ള ട്രാൻസാക്ഷനിൽ ഒരു പാർട്ടിക്ക് കൂടുതൽ ഇൻഫോർമേഷൻസും മറ്റേ പാർട്ടിക്ക് കുറവ് ഇൻഫോർമേഷൻസും ഉണ്ടാകുമ്പോൾ അതിന്റെ ചില മാർക്കറ്റ് ഫെയിലിയർ ഇഷ്യൂസ്, ഇതൊക്കെ നമ്മൾ ഇംപ്ലിക്കേഷൻസ് ഓഫ് അസിമെട്രിക് ഇൻഫോർമേഷൻ എന്ന ഒരു ഏരിയയിൽ നമ്മൾ ഡീൽ ചെയ്യുന്നതാണ്. സോ നമ്മൾ ഫസ്റ്റ് യൂസ്ഡ് കാർ കേസിൽ അവിടെ അസിമെട്രിക് ഇൻഫോർമേഷൻ ഏത് തരത്തിലുള്ള മാർക്കറ്റ് ഫെയിലിയർ ഇഷ്യൂസ് ആണ് ഉണ്ടാക്കുന്നത് നമ്മൾ നോക്കും. ഇവിടൊക്കെ ഏത് അസിമെട്രിക് ഇൻഫോർമേഷൻസ് ഉണ്ടാകുമ്പോൾ നിലനിൽക്കുന്ന ഒരു ഇഷ്യൂ ആണ് അഡ്വേഴ്സ് സെലക്ഷൻ എന്ന് പറയുന്നത്. അതിപ്പോ നമ്മൾ ഇൻഷുറൻസ് മാർക്കറ്റിലും ക്രെഡിറ്റ് മാർക്കറ്റിലും യൂസ്ഡ് കാർ മാർക്കറ്റിലും ഒക്കെ നമുക്ക് ഈ ഒരു അഡ്വേഴ്സ് സെലക്ഷൻ എന്നുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. അത് അസിമെട്രിക് ഇൻഫോർമേഷൻ ഉണ്ടാകുന്നത് കൊണ്ടുള്ള ഒരു ഇംപ്ലിക്കേഷൻ ആണ്. അതുപോലെ തന്നെ ഈ അസിമെട്രിക് ഇൻഫോർമേഷൻ കുറക്കുന്നതിനുള്ള ഒരു മെത്തേഡാണ് മാർക്കറ്റ് സിഗ്നലിംഗ് എന്ന് പറയുന്നത്. ആ ഒരു ഡിവൈസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അതുപോലെ തന്നെ ഈ അസിമെട്രിക് ഇൻഫോർമേഷൻ കൊണ്ടുണ്ടാകുന്ന മറ്റൊരു ഇംപ്ലിക്കേഷനാണ് മോറൽ ഹസാർഡ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ഇൻഷുറൻസ് മാർക്കറ്റിൽ നമ്മൾ കാണുന്ന ഒരു അസിമെട്രിക് ഇൻഫോർമേഷന്റെ ഇംപ്ലിക്കേഷൻ ആണ്. അതുപോലെ തന്നെ ഈ അസിമെട്രിക് ഇൻഫോർമേഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു ജോബ് മാർക്കറ്റിലെ ഇഷ്യൂ ആണ് പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇപ്പൊ എംപ്ലോയർ എംപ്ലോയി, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് മാനേജേഴ്സ്, ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്ന അസിമെട്രിക് ഇൻഫോർമേഷന്റെ ഒരു ഇംപ്ലിക്കേഷൻ ആണ് ഈ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ അസിമെട്രിക് ഇൻഫോർമേഷൻ കുറക്കുന്നതിനുള്ള ഈ ജോബ് മാർക്കറ്റിലെ ഒരു സൊല്യൂഷൻ ആണ് എഫിഷ്യൻസി വേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിവൈസ്. അപ്പൊ എഫിഷ്യൻസി വേജ് തിയറി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ മോഡ്യൂളിൽ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത്. അപ്പം നൗ ലെറ്റ് us first see the market for lemons or lemons problem. നമ്മൾ ഈ ഒരു ഇല്ലുസ്ട്രേഷനിലൂടെ നമ്മൾ ഫസ്റ്റ് we will see that by examining a situation in which a sellers of the product have better information about its quality than buyer have. ഇവിടെ ഒരു യൂസ്ഡ് കാർ മാർക്കറ്റ് കൺസിഡർ ചെയ്യാം. ഇവിടെ ഈ യൂസ്ഡ് കാർ മാർക്കറ്റില് ഈ കാറ് സെല്ല് ചെയ്യുന്നവർക്ക് ആ കാറിനെ കുറിച്ചിട്ടുള്ള നല്ല ഇൻഫോർമേഷൻ, കൂടുതൽ ഇൻഫോർമേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ആ ഒരു കാറ് യൂസ്ഡ് കാർ വാങ്ങുന്നവരെ ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ ഇൻഫോർമേഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഇങ്ങനെ അസിമെട്രിക് ഇൻഫോർമേഷൻ ഉണ്ടാകുമ്പോൾ ഉള്ള ഇംപ്ലിക്കേഷൻ എന്താ എന്നുള്ളതാണ് നമ്മൾ അതെങ്ങനെയാണ് മാർക്കറ്റ് ഫെയിലിയറിലേക്ക് അതിനെ ലെമൺസ് പ്രോബ്ലം എന്നാണ് പറയുന്നത്. ഈ ഒരു ലെമൺസ് പ്രോബ്ലം എന്ന് പറയാൻ കാരണം ഇങ്ങനെ ഈ യൂസ്ഡ് കാർ മാർക്കറ്റില് ക്രമേണ ലോ ക്വാളിറ്റി കാർ മാത്രം അവശേഷിക്കുന്ന ഒരു സാഹചര്യം അത് ക്രമേണ എത്തുന്നുണ്ട് ഈ യൂസ്ഡ് കാർ മാർക്കറ്റില്. ഇപ്പോ തുടക്കത്തില് ഒരു യൂസ്ഡ് കാർ മാർക്കറ്റില് ഇപ്പോ ഹൈ ക്വാളിറ്റി ഇനീഷ്യലി നമുക്ക് കാണാം ഒരു ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റും ഉണ്ടാകും, ലോ ക്വാളിറ്റി കാർ ഉണ്ടാകും, യൂസ്ഡ് കാർ ഉണ്ടാകും. അപ്പൊ ഈ ഹൈ ക്വാളിറ്റി യൂസ്ഡ് കാറ് സെയിൽ ചെയ്യുന്നവർക്ക് ഈ യൂസ്ഡ് കാറിന്റെ ഒരു ആവറേജ് പ്രൈസ് മാത്രമേ ലഭിക്കുള്ളൂ. സോ ഈ ആവറേജ് പ്രൈസ് കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഒരു ഹൈ ക്വാളിറ്റി യൂസ്ഡ് കാർ സെയിൽ ചെയ്യുന്നവരൊരിക്കലും അത് സെയിൽ ചെയ്യാൻ തയ്യാറാവില്ല. അപ്പോൾ ഈ ഹൈ ക്വാളിറ്റി കാറിന്റെ ക്വാണ്ടിറ്റി മാർക്കറ്റിൽ ക്രമേണ കുറയുകയും അത് മുഴുവനായിട്ട് മാർക്കറ്റിൽ ലോ ക്വാളിറ്റി കാറുകൾ മാത്രം അവശേഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് എത്തിക്കുന്നുണ്ട്. ഇതിനാണ് ലെമൺസ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, ഹൈ ക്വാളിറ്റി കാർസ് ഡ്രൈവ്സ് the low quality cars in the market eventually drives out the high quality cars in the market. So this is what we termed as the lemons problem.
Now we can illustrate this market for used car example with the graphical illustration. Now suppose two kinds of used cars are available, the high quality cars and low quality cars. And also you can suppose that both the sellers and buyers can tell which kind of car is which. അപ്പോൾ നമ്മൾ ഈ ഒരു ഇലിസ്ട്രേഷനിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ രണ്ട് തരത്തിലുള്ള കാറുകൾ ഈ മാർക്കറ്റിലേക്ക് വരികയാണ്, അവൈലബിൾ ആണ്. ഹൈ ക്വാളിറ്റി കാറും ഉണ്ട്, ലോ ക്വാളിറ്റി കാറും ഉണ്ട്. മാത്രമല്ല ഇവിടെ സെല്ലേഴ്സിനും ബയേഴ്സിനും ഏത് കാർ ഏത് തരത്തിലുള്ളതാണ് എന്നൊക്കെ പറയാൻ പറ്റുന്നുണ്ട്. ആ ഒരു കാര്യം ഉണ്ട്. സോ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ there will be two markets, right? That two market situation that you can see in the two-part figure. In part A, you will see that SH is the supply curve for high quality car. SH എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി കാറിന്റെ സപ്ലൈ കർവ് ആണ്. ആൻഡ് DH എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിമാൻഡ് കർവ് ഫോർ ദി ഹൈ ക്വാളിറ്റി കാർ. And similarly, SL and DL also you can see there in part B are the demand and supply curve for the low quality car. തന്നിട്ടുള്ള പ്രൈസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഹൈ ക്വാളിറ്റി കാറിന്റെ സപ്ലൈ കർവ് എന്ന് പറയുന്നത് ലോ ക്വാളിറ്റി കാറിന്റെ സപ്ലൈ കർവിന്റെ ലെഫ്റ്റിലാണ് വരുന്നത്. കാരണം ഈ ഹൈ ക്വാളിറ്റി കാറിന്റെ ഓണേഴ്സ് ഒരിക്കലും അവര് അത് സെയിൽ ചെയ്യാൻ പലപ്പോഴും താല്പര്യപ്പെടില്ല. അല്ലെങ്കിൽ ഒരു ഹയർ പ്രൈസ് കിട്ടുമ്പോൾ മാത്രമാണ് ഒരു ഹൈ ക്വാളിറ്റി കാറിന്റെ ഓണേഴ്സ് അത് സെയിൽ ചെയ്യാൻ തയ്യാറാവുകയുള്ളൂ. ആ ഒരു കാരണം കൊണ്ട് നമുക്കിവിടെ ഹൈ ക്വാളിറ്റി കാറിന്റെ സപ്ലൈ കർവ് ലോ ക്വാളിറ്റി കാറിന്റെ സപ്ലൈ കർവിന്റെ ലെഫ്റ്റിലായിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ DH എന്ന് പറയുന്നത് DL-ന്റെ മുകളിലായിട്ടാണ് വരുന്നത്. കാരണം ഇവിടെ ബയേഴ്സ് ആർ വില്ലിംഗ് ടു പേ മോർ ടു ഗെറ്റ് എ ഹയർ ക്വാളിറ്റി കാർ. ഇപ്പൊ ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഹൈ ക്വാളിറ്റി കാർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരു ഹയർ പ്രൈസ് പേ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള വില്ലിംഗ് ടു പേ മോർ, അവര് ഹയർ പ്രൈസ് പേ ചെയ്യാൻ തയ്യാറാണ്. ഹൈ ക്വാളിറ്റി കാർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബയേഴ്സ് ഹൈ പ്രൈസ് പേ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള കാരണം കൊണ്ട് ഇവിടെ DH എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ ഹൈ ക്വാളിറ്റി കാർ, ഡിമാൻഡ് കർവ് ഫോർ ദി ഹൈ ക്വാളിറ്റി കാർ എന്ന് പറയുന്നത് അത് DL-ന്റെ മുകളിലായിട്ടാണ് അത് വരുന്നത്. സോ ഈ ഫിഗർ കാണിക്കുന്നത് ഹൈ ക്വാളിറ്റി കാറിന്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ₹3 lakh. അതുപോലെ തന്നെ ലോ ക്വാളിറ്റി കാറിന്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1 lakh ആണ്. ഇവിടെ ഈ 3 lakh rupees-ല് ഹൈ ക്വാളിറ്റി കാറിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 50,000 ആണ്. അതുപോലെ തന്നെ ലോ ക്വാളിറ്റി കാറിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നതും 50,000 ആണ്. സോ ഡിമാൻഡ് സപ്ലൈ കർവ് ഇന്ററാക്ഷനിലൂടെ ഇവിടെ നമുക്ക് ഈ ഹൈ ക്വാളിറ്റി ലോ ക്വാളിറ്റി കാറിന്റെ മാർക്കറ്റ് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റും. So in reality, here what we see is that the seller of the used car knows much more about its quality than the buyers. നമ്മൾ പറഞ്ഞതാണ് ഇവിടെ ഈ യൂസ്ഡ് കാർ സെയിൽ ചെയ്യുന്ന ആൾക്കാണ് അതിന്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ട് ബയറേക്കാൾ കൂടുതലായിട്ട് ഇൻഫോർമേഷൻ ഉള്ളത്. അപ്പോ ഇഫ് സെല്ലർ നോസ് ദ ക്വാളിറ്റി ഓഫ് ദി കാർ ബട്ട് ബയർ ഡു നോട്ട് നോ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് തുടക്കത്തില് ബയേഴ്സ് വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാല് അവർക്ക് ഒരു ഹൈ ക്വാളിറ്റി കാർ കിട്ടുന്നതിനുള്ള സാധ്യത എന്ന് പറയുന്നത് 50-50 ആണെന്നാണ് ബയർ വിചാരിക്കുന്നത്. കാരണം ഈ ബയറിനും സെല്ലറിനും ക്വാണ്ടിറ്റി കുറിച്ച് അറിയുമെങ്കിൽ 50,000 കാറ് ആണ് അവിടെ സെയിൽ ചെയ്യപ്പെടുന്നത്. Okay, so when making a purchase, buyer
therefore view all cars are medium quality. അപ്പോൾ ഇവിടെ ബയർ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാല് അയാള് ഈ ഒരു കാറ് പർച്ചേസ് ചെയ്യുമ്പോൾ ബയർ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാല് ഇവിടെ ഒരു മീഡിയം ക്വാളിറ്റിയിലുള്ള സാധനമേ ഉള്ളൂ എന്നുള്ളതാണ് ബയർ വിചാരിക്കുന്നത്. കാരണം ഹൈ ക്വാളിറ്റി കാറും ലോ ക്വാളിറ്റി കാറും കിട്ടുന്നതിനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അപ്പോൾ ഒരു ബയർ ഇവിടെ പർച്ചേസ് ചെയ്യുമ്പോൾ വിചാരിക്കുന്നത് അവിടെ അയാൾക്ക് ഒരു മീഡിയം ക്വാളിറ്റിയിലുള്ള കാറേ കിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ ഡിമാൻഡ് കർവ്, അപ്പോൾ അവിടെ ഈ ബയർ അവിടെ വിചാരിക്കുന്ന ഒരു ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഒരു മീഡിയം ക്വാളിറ്റിയിലുള്ള ഡിമാൻഡ് കർവ് ആയിരിക്കും. അതാണ് ഇവിടെ DM എന്ന് പറയുന്ന ഒരു കർവ് നമ്മൾ റൈറ്റ് പാനലിൽ കാണുന്നുണ്ട്. അത് DHന്റെ താഴെയായിട്ടാണ് വരുന്നത്. ഹൈ ക്വാളിറ്റി കാറിന്റെ ഡിമാൻഡ് കർവിന്റെ താഴെയായിട്ടാണ്, പക്ഷെ അത് ലോ ക്വാളിറ്റി കാറിന്റെ ഡിമാൻഡ് കർവിന്റെ മുകളിൽ, അതായത് ഈ രണ്ട് DMന്റെയും DLന്റെയും ഇടയില് ആയിട്ടാണ് അത് വരുന്നത്. DHന്റെയും DLന്റെയും ഇടയിലാണ് DM വരുന്നത്. സോ ഈ ഫിഗർ കാണിക്കുന്നത് ഈ മീഡിയം ക്വാളിറ്റി കാറിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അതിന്റെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ₹2 lakh ആണ്. ഓരോ മീഡിയം ക്വാളിറ്റി, അതായത് മീഡിയം ക്വാളിറ്റിയിലുള്ള ഒരു കാറിന്റെ പ്രൈസ് ആണ് ബയർ പേ ചെയ്യാൻ തയ്യാറാകുന്നത്. ₹2 lakh മാത്രമേ അവിടെ ഹൈ ക്വാളിറ്റി കാറുണ്ട്, ലോ ക്വാളിറ്റി കാറുണ്ട്. അപ്പം ബയർ അയാള് പർച്ചേസ് ചെയ്യുമ്പോൾ വിചാരിക്കുന്നത് അയാൾക്കൊരു മീഡിയം ക്വാളിറ്റിയിലുള്ള കാർ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ അയാള് പേ ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ₹2 lakh മാത്രമാണ്. അതായത് അതുപോലെ തന്നെ ആ ഒരു പ്രൈസില് വളരെ കുറഞ്ഞ ഹൈ ക്വാളിറ്റി കാറുകള് 25,000 ഹൈ ക്വാളിറ്റി കാറുകൾ മാത്രമാണ്. അതേസമയം 75,000 ലോ ക്വാളിറ്റി കാറ് ഈ ഒരു എമൗണ്ടിൽ സെയിൽ ചെയ്യുന്നുണ്ട് ഈ ഒരു മാർക്കറ്റിൽ. അപ്പൊ ഇങ്ങനെ ക്രമേണ മാർക്കറ്റിൽ നിന്ന് ഹൈ ക്വാളിറ്റി കാറിന്റെ ക്വാണ്ടിറ്റി കുറയുകയും മാർക്കറ്റിൽ മുഴുവനായിട്ട് ലോ ക്വാളിറ്റി കാറുകള് അവശേഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇതിനാണ് ലെമൺസ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഈ ലെമൺസ് പ്രോബ്ലം യഥാർത്ഥത്തിൽ മാർക്കറ്റ് ഫെയിലിയറിലേക്ക് നയിക്കുന്നുണ്ട്. ഇവിടെ സംഭവം ഇതാണ്. ഇപ്പൊ തുടക്കത്തില് ഒരു ഹൈ ക്വാളിറ്റി കാറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 3 lakh ആണ്. അതുപോലെ തന്നെ ലോ ക്വാളിറ്റി കാറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 1 lakh ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ബയർ വിചാരിക്കുന്നത് ഒരു മീഡിയം ക്വാളിറ്റി, ഒരു ആവറേജ് പ്രൈസ് മാത്രമാണ് പേ ചെയ്യാൻ വില്ലിങ് ആവുന്നുള്ളൂ. അപ്പോൾ ഹൈ ക്വാളിറ്റി കാറിന്റെ പ്രൈസും കുറയുന്നുണ്ട്. അതുപോലെ തന്നെ ലോ ക്വാളിറ്റി, വെരി ലോ ക്വാളിറ്റി കാറിന്റെ പ്രൈസ് ഇവിടെ കൂടുതലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തില് ലോ ക്വാളിറ്റി കാറ് മാർക്കറ്റ് കൂടുതൽ വരികയും ഹൈ ക്വാളിറ്റി കാറ് മാർക്കറ്റിൽ ക്രമേണ കുറഞ്ഞു വരികയും അത് മാർക്കറ്റിൽ മുഴുവൻ ലോ ക്വാളിറ്റി കാറുകൾ മാത്രം അവശേഷിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് ഇതിനെയാണ് ലെമൺസ് പ്രോബ്ലം എന്ന് പറയുന്നത്. ലെമൺ എന്ന് പറയുന്നത് യൂസ്ഡ് കാർ അല്ലെങ്കിൽ ഡിഫക്റ്റീവ് കാർ എന്നുള്ള ഒരു കാര്യത്തിനാണ് നമ്മൾ ലെമൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം തീർച്ചയായിട്ടും ബിക്കോസ് ഓഫ് അസിമെട്രിക് ഇൻഫോർമേഷൻ ലോ ക്വാളിറ്റി goods drive high quality goods out of the market. This phenomena is known as Lemon's problem. First, with reference to used car market, it is an important source of market failure. It can happen in any other market also. So lemon problem is nothing but with asymmetric information, low quality goods can drive high quality goods out of the market. So this is all about the market for the used car and lemons problem. Okay, thank you. നിന്റെ സൗണ്ട് കേട്ടില്ല ഇതില്.